CPM-ൻ്റെ സംസ്ഥാന സമിതിയിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സമിതിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് MP രാജേഷിനെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ MP രാജേഷിനെ പരിഗണിച്ചിട്ടില്ല, കാരണം അദ്ദേഹം സ്പീക്കറായിരുന്നു. പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ളത് CPM ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം നിയമസഭയുടെ സ്പീക്കറായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തില്ല. കഴിഞ്ഞ തവണ M സ്വരാജ്, PK ബിജു, അതുപോലെ മുഹമ്മദ് റിയാസ്, അങ്ങനെ 3 പേരെ പുതുമുഖങ്ങളായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവരെക്കാൾ എത്രയോ സീനിയറാണ് MP രാജേഷ്. പക്ഷേ ഈ കാരണം പറഞ്ഞ നിയമസഭാ സ്പീക്കർ എന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തില്ല. പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് തഴഞ്ഞു എന്നുള്ളതിന് ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം സെലക്ട് ചെയ്തവരെല്ലാം അദ്ദേഹത്തെക്കാൾ സീനിയറാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ MP രാജേഷിനെ പോലെ ഇത്രയും പരിണതപ്രജ്ഞനായ ഒരു നേതാവിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തില്ല എന്നുള്ളത് CPM-ന് പറ്റിയ വലിയ വീഴ്ചയാണ്. അതിനേക്കാൾ ജൂനിയറായിട്ടുള്ള M സ്വരാജും PK ബിജു ഒക്കെ അവിടെ ഇരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണണം. അത് ആ രീതിയിൽ നോക്കുമ്പോൾ CPM-ന് പറ്റിയ വലിയ വീഴ്ചയാണിത്. അതുപോലെ മേഴ്സിക്കുട്ടിയമ്മ സെലക്ട് ചെയ്യപ്പെട്ടില്ല, P ജയരാജൻ സെലക്ട് ചെയ്യപ്പെട്ടില്ല. അതിൻ്റെ പിന്നിലൊക്കെ പല രീതിയിലുള്ള CPM-ന് വിഭാഗീയത ഉണ്ട് എന്ന് വേണം കരുതാൻ. മറ്റ് നേതാക്കളെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്നുവരെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ജനകീയതയുടെ കാര്യത്തിലാവട്ടെ, സീനിയോറിറ്റിയുടെ കാര്യത്തിലൊക്കെ തന്നെ MP രാജേഷിന് വലിയ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ ആ പ്രതിഷേധം അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു മന്ത്രി കൂടിയാണ്, വലിയ പൊസിഷൻ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന് ആദ്യം തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാതിരുന്നതിൽ തന്നെ ജനങ്ങൾക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ അത്രയും പ്രധാനപ്പെട്ട ആളെ പ്രധാന വകുപ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടാതെ, അതും തത്താലയിൽ മിന്നുന്ന വിജയം നേടിയ ഒരാൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായ ഒരു കാര്യമാണ്. പക്ഷേ എന്നിട്ടും കൂടി അദ്ദേഹത്തെ സ്പീക്കറാക്കുക ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിൽ MP രാജേഷ് ഇല്ല എന്നുള്ളത് പൊതുവെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. മുഹമ്മദ് റിയാസ്, M സ്വരാജ്, PK ബിജു എന്നിവർ ഓൾറെഡി ഉണ്ടായിരിക്കും. അതിനേക്കാൾ സീനിയറായിട്ടുള്ള MP രാജേഷ് സെക്രട്ടേറിയറ്റിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് വളരെ വിരോധാഭാസമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട പല നേതാക്കളും സെക്രട്ടേറിയറ്റിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും വിമർശനാത്മകമായി നമുക്ക്. പക്ഷേ സെക്രട്ടേറിയറ്റ് നോക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു തുലനമുണ്ട്. അത് കുറച്ച് പേര് യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ പഴയ പരിണതപ്രജ്ഞനായ നേതാക്കന്മാരുണ്ട്. ഒക്കെ ഒരു ബാലൻസ്ഡ് ടീമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി MP രാജേഷിൻ്റെ ഒരു അഭാവം, P ജയരാജനോ മേഴ്സിക്കുട്ടിയമ്മയേക്കാളൊക്കെ തന്നെ MP രാജേഷിൻ്റെ ഒരു അഭാവം അതിൽ വലിയ രീതിയിൽ മുഴച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ MP ജയരാജനെയൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് സെലക്ട് ചെയ്യുന്നു. അതിനേക്കാൾ മികച്ച നേതാവും സീനിയറുമാണ് P ജയരാജൻ. പക്ഷേ P ജയരാജൻ വന്നില്ല. MP ജയരാജൻ ഓൾറെഡി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ എന്തിനാണ് സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ ഇനിയിപ്പം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കണ്ടെത്തേണ്ടി വരും. അതിനുവേണ്ടി ഒരു യുവനിര ഇപ്പം KK രാഗേഷോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ജില്ലാ സെക്രട്ടറി ചുമതല എടുത്തിട്ടുള്ള TV രാജേഷോ അല്ലെങ്കിൽ ഒരാളായിരിക്കും. മുൻ കല്യാശ്ശേരി MLA ആയിട്ട് TV രാജേഷ് ആയിരിക്കും മിക്കവാറും ജില്ലാ സെക്രട്ടറി ആവും കണ്ണൂരിലെന്നാണ് കേൾക്കുന്നത്. അത് അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ വലിയ സ്വാധീനമുണ്ട് താനും. അതുകൊണ്ട് തന്നെ സപ്പോർട്ടുണ്ട് താനും. അതുകൊണ്ട് സാധ്യത കണ്ണൂരിൽ TV രാജേഷ് തന്നെയാണ്. പക്ഷേ MP രാജേഷിൻ്റെ ഒരു അഭാവം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM-ൽ വലിയ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാക്കും എന്നുള്ളതിൽ